ഇത് ദുരുപയോഗം ചെയ്യരുത്. വണ്ടി എടുക്കാൻ വരുന്നവരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും. പക്ഷേ ഇപ്പോഴും നമ്മളെ വണ്ടിയിൽ ഈ ഒരു ലൈറ്റ് ഇപ്പോഴും കത്തി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ആ ഒരു ഡീസൽ ആൻഡ് ഫ്യൂൽ ലൈറ്റ് കത്തിയിരിക്കുകയാണ്, ഫിൽട്ടർ ലൈറ്റ് കത്തിയിരിക്കുകയാണ്. ഇത് പോവാനായിട്ട് ഒരു മാർഗമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്നോവ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കണം. ഒരു പ്രാവശ്യം അല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഇപ്പം ഇന്നോവയുടെ ഡീസൽ ഫിൽറ്ററൊക്കെ 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ മാറിയാൽ മതി എന്നൊക്കെ ടൊയോട്ട പറയാറുണ്ട്. എന്നുണ്ടെങ്കിലും നമ്മളെ നിലവിലെ കാലാവസ്ഥ അനുസരിച്ചും അത് കണക്ക് തന്നെ ഫ്യൂവലിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചൊക്കെ അതല്ല. ഞാൻ പറയുന്നൊരു 25,000 അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഡീസൽ ഫിൽറ്റർ ഇന്നോവയുടെ മാറണം. തർക്കിക്കുന്നവർക്ക് തർക്കിക്കാം. തർക്കിക്കുന്നവർ നിങ്ങളുടെ വണ്ടിയിലെ ഡീസൽ ഫിൽറ്റർ മാറണ്ട. നിങ്ങളത് പല പണിയും വരുമ്പോൾ നിങ്ങൾ ചെയ്തോ. ഈ തർക്കിക്കുന്നവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇനിയിപ്പം അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇന്നോവ വന്നതെന്ന് വെച്ചാൽ ഇതിൽ ഡീസൽ ഫിൽറ്ററിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ, അതായത് വാട്ടർ ഫ്യൂലിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിയിട്ടാണ് വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഡീസൽ ഫിൽറ്റർ ഇളക്കി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പം കണ്ട അവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ. ഇപ്പോൾ ഇത് ഈ ഒരു ഡീസലിൻ്റെ എതിരി കിടന്ന് കുറേ പോയതാണ്. ഇത് മൊത്തവും ഒരുമാതിരി കറുത്ത് അഴുക്ക് പിടിച്ചിരുന്ന കണ്ടീഷനിലാണ് ഇരുന്നത്. ഇതിൻ്റെ അടിഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് അടിഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ഡീസൽ ഫിൽറ്റർ അത്യാവശ്യം ബ്ലോക്ക് ആയിരുന്നു, അതായത് അടഞ്ഞ അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഡീസൽ ഫിൽറ്റർ മാറാൻ വേണ്ടി കേസ് ഇളക്കി. ഡീസൽ ഫിൽറ്ററിൻ്റെ കേസ്, ഈ കേസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ടല്ലോ, ഇത് ചില സമയത്ത് ജാമായിട്ടിരുന്നിട്ട് നമ്മളിപ്പോൾ ഇളക്കുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഇളവും. തിരിച്ച് മുറുക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെയൊക്കെ ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ലീക്ക് വരികയാണെങ്കിൽ കേസ് മാറേണ്ട സാഹചര്യം വരും. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഈ കേസിൻ്റെ ഉള്ളിൽ മണ്ണ് കണക്ക് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കയ്യിലിപ്പം ജസ്റ്റ് തോണ്ടി അടിക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും. നല്ല കട്ടിക്ക് എൻ്റെ കയ്യിൽ കണ്ട ഇതേ കണക്ക് കട്ടിക്ക് മണ്ണ് പോലെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഒരുമാതിരി ഇരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഡീസൽ ഫിൽറ്റർ മാത്രം മാറി വിട്ടിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ടാങ്കും കാര്യങ്ങളൊക്കെ ഇളക്കിയേ പറ്റുള്ളൂ എന്നുള്ളത്. ഈ ഒരു സ്ട്രെയിനർ ഉണ്ടോ, ഈ ഒരു സെക്കൻഡറി ഫിൽറ്റർ പോലെ വരുന്ന ഈ ഒരു സ്ട്രെയിനർ ഈ ഒരു കേസിൻ്റെ അകത്താണ് വരുന്നത്. ഈ ഒരു സ്ട്രെയിനർ ഫുള്ളും ബ്ലോക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ട, അതായത് ഈ ഡീസലിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരടും കാര്യങ്ങളൊക്കെ നിന്ന് പയ്യെ വലിഞ്ഞ് കയറുന്നതാണ്. ഇത് കാലക്രമേണ ഈ ഒരു സ്ട്രെയിനർ ബ്ലോക്ക് ആവാനും വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓട്ടത്തിലൊക്കെ നിന്ന് പോവുക, സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കുക, വണ്ടിക്ക് വലിയ കുറവ് കാണിക്കുക, കണക്കണ സൗണ്ടും കാര്യങ്ങളും ഇഞ്ചക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും. ഫിൽറ്റർ മാത്രം ഇത്തരം സാഹചര്യങ്ങളിൽ മാറിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളെ വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ മാറാൻ ഇളക്കുന്നൊരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇതുപോലെ ഇതിൻ്റെ കേസിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷൻ നോക്കണം. കേസിൻ്റെ ഉള്ളിൽ കാര്യമായ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ, ഇതിൽ കൂടുതൽ വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഡീസലൊക്കെ ഒഴിച്ച് ചുമ്മാ നിലവിൽ കളഞ്ഞപ്പം പോയതാണ്. അപ്പോൾ ഇതിനൊക്കെ കാര്യമായ രീതിയിൽ വിഷയം കാണുകയാണെങ്കിൽ ടാങ്ക് ഇളക്കണം. ഡീസൽ മൊത്തം മാറ്റിയിട്ട് പുതിയ ഡീസൽ ഒഴിക്കാനോ ടാങ്ക് ക്ലീൻ ചെയ്യാനോ ശ്രമിക്കുക. ഇതിലിപ്പോൾ ടാങ്കിൻ്റെ അകത്ത് വലിയ വിഷയമില്ല, പക്ഷേ ഇത് കാലക്രമേണ എങ്ങനെയൊക്കെയോ അടിഞ്ഞ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. അപ്പോൾ ഈ സ്ട്രെയിനർ പ്രോപ്പറായിട്ട് ഡീസൽ വലിക്കുന്നതിനെ തടയിടും, അതായത് ഇത്തരത്തിൽ കച്ചറ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ക്ലീൻ ചെയ്ത് അസംബിൾ ചെയ്ത് വെച്ച് മുറുക്കി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ ഈ കേസൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ആ ഫിൽറ്ററൊക്കെ അകത്തിട്ട് സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഫോഴ്സിന് അടിച്ച് ക്ലീൻ ചെയ്തല്ലേ ചെയ്യറേ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ പുതിയ ഡീസൽ ഫിൽറ്ററൊക്കെ കേസിനകത്തിട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ഡീസൽ ഫിൽറ്റർ താണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന കച്ചറയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് നേരത്തെ കഠിനാധ്വാനത്തിന് ശേഷം നമ്മളിതെല്ലാം വീണ്ടും റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡീസൽ ഫിൽറ്ററിൻ്റെ കേസൊക്കെ തിരിച്ചു വെച്ച് മുറുക്കി നല്ലോണം പമ്പ് ചെയ്ത് എയർ എടുത്ത് എല്ലാം സെറ്റാക്കി ഒന്നും കൂടെ പമ്പ് ചെയ്യാണ്. അതായത് ഈ ഒരു ലൈൻ അഴിച്ചു വിട്ട് നല്ലോണം പമ്പ് ചെയ്ത് ഈ ലൈനിൽ കൂടെ ഡീസൽ വന്നതിന് ശേഷം വേണം വണ്ടി സെൽഫ് അടിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ ലൈനും കാര്യങ്ങളൊന്നും പൊട്ടിക്കാതെ, അതായത് ഈ ഒരു ലൈൻ, അതായത് ഈ ഒരു പൈപ്പും കാര്യങ്ങളൊന്നും പൊട്ടിക്കാതെ ചുമ്മാ നമ്മൾ ഒന്ന് സെൽഫ് അടിച്ച് നോക്കാൻ പോവുകയാണ്. വണ്ടി സ്റ്റാർട്ടാവും, നമുക്ക് നോക്കാം. അടി പമ്പ് ചെയ്തോട് കേട്ടോ. വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ലൈനിൽ നിൽക്കുന്ന ഡീസലായിരിക്കും. അപ്പം സ്റ്റാർട്ടായി കഴിഞ്ഞാലും ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ പിന്നീട് സ്റ്റാർട്ടായി നിന്ന് സ്ലോ സ്പീഡിൽ ഓഫ് ആവാതെ കുറച്ച് നേരം നിൽക്കും. നല്ല സ്മൂത്തായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം കണ്ടോ. പക്ഷേ ഇപ്പോഴും നമ്മളെ വണ്ടിയിൽ ഈ ഒരു ലൈറ്റ് ഇപ്പോഴും കത്തി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ആ ഒരു
ഡീസൽ ആൻഡ് ഫ്യൂൽ ലൈറ്റ് കത്തിക്കുകയാണ്, ഫിൽട്ടർ ലൈറ്റ് കത്തിക്കുകയാണ്. ഇത് പോവാനായിട്ട് ഒരു മാർഗ്ഗമുണ്ട്, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമ്മളിപ്പം വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം ദാ ഈ ഒരു സോക്കറ്റ് ഉണ്ട്, ഇവിടെ വരുന്ന ഈ ഒരു സോക്കറ്റ് ലൂസാണ്, അതങ്ങോട്ട് ഊരി വിട്ട് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി പോയി. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴും ആ ലൈറ്റ് അവിടെ ഉണ്ട്. നമ്മൾ എന്താകുമ്പോഴാണ് ആ സോക്കറ്റിലോട്ട് ആ ലൈൻ വീണ്ടും എടുത്ത് കൊടുക്കുക. ആ ലൈൻ വീണ്ടും കൊടുത്തു. ഇപ്പോൾ ലൈറ്റ് പോയി. കണ്ട, ഇങ്ങനെയാണ് ഡീസൽ ആൻഡ് ഫ്യൂവലിലെ ലൈറ്റും കാര്യങ്ങളും നമ്മൾ കളയുന്നത്. ഇത് ദുരുപയോഗം ചെയ്യരുത്. ഇപ്പം വണ്ടി കച്ചവടക്കാരാണെങ്കിലും അതല്ല, നിങ്ങളെ വണ്ടിയിൽ ഈ ലൈറ്റ് കത്തിയിട്ട് അയ്യോ അണയ്ക്കാം, വല്ലവർക്കും വിൽക്കാൻ പോയില്ലെന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത്. ലൈറ്റ് കിടന്നോട്ടെ. ആ ലൈറ്റ് കിടക്കുകയാണെങ്കിൽ എടുക്കാൻ വരുന്ന കസ്റ്റമറിനോട് പറഞ്ഞാൽ മതി, ഡീസൽ ഫിൽറ്റർ മാറിയാൽ മതി, റെഡിയാകും എന്നുള്ളത്. അല്ലാതെ നിങ്ങളിത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് നമ്മളെ വണ്ടി എടുക്കാൻ വരുന്നവരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.